അവനുണ്ടാക്കിയ മണ്ണിലാണ് നീയൊക്കെ ഇന്ന് ജീവിക്കുന്നത്. അതെ, നമുക്ക് കഥയിലോട്ട് വരാം. പക്ഷെ അതിന് മുന്നേ നമ്മൾ അറിയേണ്ട ഒരു വ്യക്തിയുണ്ട്, ദ പ്രൊമിനൻറ്റ് പേഴ്സൺ ഇൻ ദ വെബ് ഡെവലപ്മെൻറ്റ് കമ്മ്യൂണിറ്റി. പുള്ളിയുടെ വർക്കും എഫേർട്ടൊക്കെ കാരണമാണ് ഇന്ന് നമ്മൾ യൂസ് ചെയ്യുന്ന CSS ഒക്കെ ഈ ഒരു ലെവലിലോട്ട് എത്തിയത്. എറിക് മേയർ. അദ്ദേഹത്തിനൊരു മകളുണ്ടായിരുന്നു, റെബേക്ക അല്ലിസൺ മേയർ. അവളെല്ലാവരും സ്നേഹത്തോടെ പെക്ക എന്നാണ് വിളിച്ചിരുന്നത്. പക്ഷെ അവൾക്ക് കൂടുതൽ ഇഷ്ടം റെബേക്ക എന്ന് വിളിക്കുന്നതായിരുന്നു. പക്ഷെ ചെറുപ്രായത്തിൽ തന്നെ അവൾക്ക് ഈ ഭൂമിയിൽ നിന്ന് വിട പറയേണ്ടി വന്നു. അവളുടെ 6-ാം വയസ്സിൽ മാരകമായിട്ടുള്ള ബ്രെയിൻ ക്യാൻസർ എന്ന രോഗം പിടിപെട്ട് ഈ ഭൂമിയിൽ നിന്ന് വിട പറഞ്ഞു. RIP ടു റെബേക്ക. പക്ഷേ നമ്മുടെ വെബ് ഡെവലപ്മെൻറ്റ് കമ്മ്യൂണിറ്റി എറിക് മേയറുടെ വിഷമത്തിൽ പങ്കുചേർന്ന് അവളുടെ ഓർമ്മക്കായിട്ട് നമ്മുടെ ഒഫീഷ്യൽ CSSൻ്റെ കളർ പാലറ്റിൽ റെബേക്ക പർപ്പിൾ എന്നുള്ളൊരു കളർ ആഡ് ചെയ്യപ്പെട്ടു. നമുക്ക് ഹെക്സ് കോഡിലാണെങ്കിൽ 663399 എന്നുള്ള ഹെക്സ് കോഡ് യൂസ് ചെയ്തിട്ട് ആ കളർ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ റെഡ് ബ്ലൂ എന്നൊക്കെ യൂസ് ചെയ്യുന്ന പോലെ കളർ നെയിമിലും നമുക്ക് റെബേക്ക പർപ്പിൾ എന്ന് യൂസ് ചെയ്യാൻ പറ്റും. ഈ പർപ്പിൾ എന്നത് അവളുടെ ഇഷ്ടപ്പെട്ട കളറായതുകൊണ്ടാണ് ഈ ഒരു പർപ്പിൾ യൂസ് ചെയ്തത്. ബട്ട് ദിസ് കളർ കൺവേഴ്സ് ദ ഫീലിങ്സ് ഓഫ് എലഗൻസ്, സ്പിരിച്വാലിറ്റി എക്സെട്ര. 2014 ഈ ഒരു സംഭവം നടന്നത്. അന്ന് ഈ റെബേക്കയുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ റെബേക്ക പർപ്പിൾ എന്നത് ആഡ് ചെയ്തത്. സോ ഇനീഷ്യലി അത് ബെക്ക പർപ്പിൾ എന്നായിരുന്നു. എറിക് മേയറുടെ ആവശ്യപ്രകാരം അത് റെബേക്ക പർപ്പിളിലോട്ട് മാറ്റുകയായിരുന്നു. കാരണം റെബേക്കക്ക് അവളെ റെബേക്ക എന്ന് വിളിക്കുന്നതായിരുന്നു ഇഷ്ടം. പക്ഷേ ഞാൻ ഇത്രയും കാലം CSSൻ്റെ ലോഗയാണ്, മറ്റേ നമ്മളൊന്നും കാണുന്ന CSSൻ്റെ ലോഗയാണ് ഒഫീഷ്യൽ ലോഗോ എന്ന് വിചാരിച്ച് നിൽക്കുമായിരുന്നു. പിന്നെയാണ് ഞാൻ അറിഞ്ഞത് CSSന് ഇത്രയും കാലം ഒഫീഷ്യലി ഒരു ലോഗോ ഇല്ലായിരുന്നു. ഇതാണ് CSSൻ്റെ ലോഗോ എന്നത്. ഈ ഒരു സംഭവം 2014 നടന്നത്. പക്ഷേ 10 കൊല്ലം ഇങ്ങോട്ട് കഴിഞ്ഞു, ഇപ്പോഴും അവർ റെബേക്കനെ മറന്നിട്ടില്ല. വെബ് ഡെവലപ്മെൻറ്റ് കമ്മ്യൂണിറ്റി റെബേക്കനെ മറന്നിട്ടില്ല. അവളുടെ ഓർമ്മക്കായിട്ട് വീണ്ടും CSSന് ഒരു ഒഫീഷ്യൽ ലോഗോ ഇറക്കുന്നു. ആൻഡ് ആ ലോഗോക്ക് അവളുടെ ഇഷ്ടപ്പെട്ട പ്രിയപ്പെട്ട പർപ്പിൾ കളറും കൊടുക്കുന്നു. അത് ഹൗ ബ്യൂട്ടിഫുൾ. സോ അങ്ങനെയാണ് ഈ റെബേക്ക പർപ്പിൾ എന്നുള്ള ഒരു കളറിൻ്റേത് വരുന്നത്. അതുപോലെ തന്നെ CSS ഇതിലോട്ട് കുറച്ച് ഫീച്ചേഴ്സും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ആ ഫീച്ചേഴ്സ് ഏതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. എന്നാൽ നമുക്ക് അതിനെക്കുറിച്ച് ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ വേറെ തന്നെ ചെയ്യാവുന്നതാണ്. സോ അതാണ് ഈ ഒരു ലോഗോയുടെ പിന്നിലുള്ള കഥ. ഈ ഒരു സ്റ്റോറി എനിക്കും അറിയില്ലായിരുന്നു. പക്ഷേ ഞാനിപ്പോൾ ഈ ഒരു ഒഫീഷ്യൽ ലോഗോ ലോഞ്ച് ചെയ്തപ്പോഴാണ് ഈ ഒരു സംഭവം അറിയുന്നത്. സോ ഈ കണ്ടൻറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. സോ ഇതുപോലത്തെ കണ്ടൻറ്റ്സിനായി അക്കൗണ്ട് ഫോളോ ചെയ്യൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.